സ്മാർട്ട് മുഖേന അഡ്വാൻസ് എടുക്കുന്നതാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും അഡ്വാൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് എടുക്കേണ്ട ഉദ്യോഗസ്ഥൻ, അഡ്വാൻസ് റിക്വസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ സ്മാർട്ടിൽ ലോഗിൻ ചെയ്ത് ഈ സർവീസ് മെനുവിൽ വന്ന് ഫിനാൻസ് മാനേജ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കാർഡിനകത്ത് നിന്ന് അഡ്വാൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു കാർഡ് കൂടി ലഭിക്കും. ആ അഡ്വാൻസ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാർഡിൽ ക്ലിക്ക് ചെയ്ത് അഡ്വാൻസ് റിക്വസ്റ്റ് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് വരുന്ന സ്ക്രീനിനകത്ത് നിന്നും ക്രിയേറ്റ് അഡ്വാൻസ് റിക്വസ്റ്റ് എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ആ സ്ക്രീൻ വഴി ഏത് ഹെഡിലാണോ അഡ്വാൻസ് എടുക്കുന്നത് അത് സെലക്ട് ചെയ്യുക. സാധാരണഗതിയിൽ ടെമ്പററി അഡ്വാൻസ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആയിരിക്കാം, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എത്ര രൂപയാണ് ഡിമാൻഡ് നമ്മൾ എടുക്കുന്ന തുക എടുക്കുന്നത് ആ തുക ഇവിടെ കൊടുക്കുക. അതിനുശേഷം റിമാർക്കിനകത്ത് എന്താവശ്യത്തിനാണ് തുക എടുക്കുന്നത് എന്നുള്ളതുകൂടി കൊടുക്കുക. ശേഷം ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ഓപ്ഷൻ വരും, ഫങ്ഷണൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് ഒരു ഉദ്യോഗസ്ഥനെ സെലക്ട് ചെയ്യാനായിട്ട് വരും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അഡ്വാൻസ് ഏത് ഫയൽ മുഖേനാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഫയലിൽ കൂടി ആയിരിക്കും ഈ അഡ്വാൻസ് എടുക്കുന്നത്. അത് കൈകാര്യം ചെയ്യുന്ന ഓപ്പറേറ്റർ, അതായത് ഒരു എഇഒ എംഇഒ അല്ലെങ്കിൽ ജെഎച്ച്ഐമാരാണ് ഈ അഡ്വാൻസ് എടുക്കുന്നതെങ്കിൽ അവർ അഡ്വാൻസ് എടുക്കുന്ന ആ ഫയൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും. ആ ഓപ്പറേറ്ററാണ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് ആ ഫയൽ കൈകാര്യം ചെയ്യുന്ന ആളെ ഇവിടെ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇത്രയുമാണ് അഡ്വാൻസ് എടുക്കുന്ന ആൾ ചെയ്യേണ്ടത്. അതിനുശേഷം ആ അഡ്വാൻസ് കാർഡിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന അഡ്വാൻസ് എല്ലാം ഇവിടെ കാണിക്കും, ആ എമൗണ്ട് കാണിക്കും, സ്റ്റാറ്റസും കാണിക്കും. ഇനി ചെയ്യേണ്ടത് ഈ അഡ്വാൻസ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ ലോഗിലാണ് ബാക്കി ചെയ്യേണ്ടത്, അതായത് ക്ലർക്കിൻ്റെ ലോഗിൽ. അതിന് വേണ്ടിയിട്ട് ക്ലർക്കിൻ്റെ ലോഗ് കയറുക. തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അവിടെ സർവീസ് മെനുവിൽ ഫിനാൻസ് മാനേജ്മെൻറ്റിനകത്ത് ഈ അഡ്വാൻസ് റിക്വസ്റ്റ് എന്ന് പറയുന്ന കാർഡ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ അഡ്വാൻസ് റിക്വസ്റ്റ് ചെയ്ത ആ എച്ച് ഐയുടെ അഡ്വാൻസ് ഇവിടെ വന്ന് കിടപ്പുണ്ടാവും, പേരും മറ്റു വിവരങ്ങളെല്ലാം വന്ന് കിടപ്പുണ്ടാവും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഏത് ഫണ്ടാണെന്നുള്ളത് രേഖപ്പെടുത്തുക. ഫണ്ട് രേഖപ്പെടുത്തിയതിന് ശേഷം ചെയ്യേണ്ടത് ഏത് ഫയലിൽ കൂടിയാണ് ഈ അഡ്വാൻസ് എടുക്കുന്നതെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ആ ഫയൽ നമ്പർ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെർച്ച് ബട്ടൺ ഉണ്ട്, സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഫയലിൻ്റെ വിവരങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. അതിൻ്റെ ടൈറ്റിലും സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കയറി വരും. ശേഷം ആ ഫയലിനെ ഇതിലേക്ക് ലിങ്ക് ചെയ്യുക. ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ക്രിയേറ്റ് ക്ലെയിം എന്നുള്ളൊരു ബട്ടൺ വരും. ആ ക്രിയേറ്റ് ക്ലെയിം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ സാധാരണ നമ്മൾ ഫയലൊരു ക്ലെയിം ചെയ്യുന്ന പോലെ തന്നെയാണ് ആ ക്ലെയിമിൻ്റെ വിവരങ്ങൾ ഇവിടെ കൊടുക്കുക. 25,000 രൂപ എന്നുള്ള എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. പേ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ അഡ്വാൻസ് റിക്വസ്റ്റ് ചെയ്തത് അവരുടെ പേരവിടെ കാണിക്കും, അതവിടെ ആഡ് കൊടുക്കുക. ശേഷം എന്തെങ്കിലും റിമാർക്ക് ഉണ്ടെങ്കിൽ റിമാർക്കും രേഖപ്പെടുത്തിയിട്ട് ഇത് സേവ് ചെയ്യുക. നമ്മളിപ്പോൾ തയ്യാറാക്കിയ ക്ലെയിം, അഡ്വാൻസ് ക്ലെയിം, അതിന് സെലക്ട് ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. ഇത് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു ഫയൽ നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഫയൽ ഒരു സർവീസിൽ പെട്ടാണെന്നറിയാം. ആ ഫയലിൻ്റെ വെരിഫയർ ആരാണോ അദ്ദേഹത്തിനായിരിക്കും ഈ ഫയൽ പോകുന്നത്. അതിനുശേഷം അവിടുന്ന് അദ്ദേഹം ജനറൽ ഫീച്ചർ ബട്ടണിൽ നിന്നും അഡ്വാൻസ് ക്ലെയിം എടുക്കുക, വെരിഫൈ ചെയ്യുക, ദെൻ അപ്രൂവർക്ക് സെൻഡ് ചെയ്യുക. അപ്രൂവർ അഡ്വാൻസ് ക്ലെയിം എടുത്ത് അപ്രൂവ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ സാധാരണ പോലെ ഒരു ക്ലെയിം പോകുന്ന പോലെ ഇത് അക്കൗണ്ട് സെക്ഷനിലേക്ക് പേയ്മെൻറ്റ് ഓർഡർ ചെയ്യാനായിട്ട് പോകുന്നതായിരിക്കും.